ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുറേ ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം. ഞാൻ പ്രിയ. ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ഈറ്റ് ഹെൽത്തി ഫുഡ് പ്രോഡക്ട്സ് ഫസ്റ്റ് ബൈറ്റ് എന്നുള്ള ബ്രാൻഡിലാണ്. ഓൺലൈൻ ബിസിനസ്സാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. എനിക്ക് തീരെ വയ്യ. 2 ദിവസമായിട്ട് ഭയങ്കര പനിയാണ്. എണീറ്റിരിക്കാൻ വയ്യ. തലവേദനയാണ്. മെയിൻ തലവേദന തന്നെയാണ്. പിന്നെ ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്കിപ്പം ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാണ്. പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. പറയണോ വേണ്ടയോ എന്ന് പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചതാണ്. പക്ഷേ ഞാൻ പറയുവാണ്. വലിയൊരു തട്ടിപ്പിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പം പറയാമെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ എല്ലാം ഓൺലൈനിലാണല്ലോ ബിസിനസ് ചെയ്യുന്നത്. ഞാനും ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാനൊരു സ്ത്രീകളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. സ്ത്രീകളുടെ കൂട്ടായ്മ, അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അതിനകത്ത് ഏകദേശം ഒരു 44,000-ഓളം ഓൺ ബ്രാൻഡ് ചെയ്യുന്ന അവർക്ക് 2 ഗ്രൂപ്പുണ്ട്. ഓൺ ബ്രാൻഡും റീസെല്ലും ചെയ്യുന്ന 2 ഗ്രൂപ്പുണ്ട്. അതിൽ ഓൺ ബ്രാൻഡിൽ ഞാൻ കഴിഞ്ഞ മെയ് ജൂൺ തൊട്ട് മെമ്പറാണ്. വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അവർ കുറേ വർഷത്തിൽ 2-3 എക്സിബിഷനൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ സാരഥികൾ ഒരു 5 ലേഡീസ് തന്നെയാണ്. അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ മെയ് ജൂണിലാണ് ഞാൻ ഇതിനകത്ത് ജോയിൻ ആവുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ജോയിനായി കഷ്ടപ്പെട്ട് കോഡെടുത്ത് ഞാൻ കുറച്ച് പ്രാവശ്യമൊക്കെ അതിനകത്ത് പോസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ്, പഞ്ചായത്ത് ലൈസൻസ്, അല്ലെങ്കിൽ മുനിസിപ്പൽ ലൈസൻസ്, ബ്രാൻഡ് നെയിം ഓൺ ബ്രാൻഡ് ആണോ, അതല്ലെങ്കിൽ പിന്നെ പാക്കിംഗ് ലൈസൻസ്, പിന്നെ ഉദ്യം ലൈസൻസ്, GST തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ എന്ത് പ്രോഡക്റ്റാണ് അതാത് ദിവസം പോസ്റ്റ് ചെയ്യുന്ന ദിവസം ചെയ്യേണ്ടത് അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്തിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പുറത്തറിയുന്നത് പോലെ സാധാരണക്കാർക്ക് അതിൻ്റെ അകത്തൊന്നും ഒരു ബെനിഫിറ്റും ഇല്ല. സാധാരണ ഇപ്പോൾ എന്നെപ്പോലെ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് അതിനകത്തൊന്നും യാതൊരു ബെനിഫിറ്റും ഇല്ല. ഞാൻ പല പ്രാവശ്യം അതിനകത്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ 7-8 മാസത്തിൻ്റെ ഇടയിൽ 300 രൂപയുടെ ഒരു ബിസിനസ് അല്ലാതെ അതിനകത്തൊന്നും എനിക്കൊന്നും നടന്നിട്ടില്ല. വെറും 300 രൂപ. നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പം ഞാൻ വേറെ സെയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം രീതിക്ക് ഓൾ ഓവർ ഇന്ത്യ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കേരളം മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞില്ല, ഓൾ ഓവർ ഇന്ത്യ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് മുൻപോട്ട് പോകുന്നുണ്ട്. അതിന് ചെയ്യുന്നതിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. എനിക്കതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. കാരണം എൻ്റെ കൈക്ക് ഒരു വിഷയമുണ്ട്, ടെന്നീസ് എൽബോയുടെ പ്രശ്നമുണ്ട്, എൻ്റെ കഴുത്തിന് തേയ്മാനമുണ്ട്, അതിൻ്റെ പ്രശ്നമുണ്ട്, എൻ്റെ നട്ടലിൻ്റെ പ്രശ്നമുണ്ട്, മറ്റു പല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്. പക്ഷേ ഞാൻ തുടക്കത്തിലൊന്ന് എൻഗേജ്ഡ് ആകാൻ വേണ്ടി മാത്രം തുടങ്ങിയൊരു ബിസിനസ്സാണ്. അതായത് 2021 മെയ് 3-നാണ് ഞാൻ എൻ്റെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2021 ജനുവരിയിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുത്തെങ്കിലും ഞാൻ ആക്റ്റീവ് ആവുന്നത് 2021 മെയ് 3 തൊട്ടാണ്. അന്ന് തൊട്ടാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു വർഷം ഞാൻ കടകളിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കായംകുളം തൊട്ട് ഹരിപ്പാട്, മാവേലിക്കര തുടങ്ങിയുള്ള പല കടകളിലും ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കടകളിൽ പോകുമ്പോൾ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കടയിൽ കൊണ്ടുവെക്കുമ്പോൾ കടക്കാർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. അത് ഭയങ്കര ലോസാണ്. അത് മാത്രമല്ല, നമ്മൾ ക്രെഡിറ്റ് പലപ്പോഴും കൊണ്ടുവെക്കേണ്ടി വരും. ക്രെഡിറ്റ് വെച്ചാൽ തന്നെ കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും പൈസ കിട്ടത്തില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ത്രീ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങി മാർക്കറ്റിൽ പ്രോഡക്റ്റ് എത്തിക്കുമ്പോൾ അവിടെയും വരുന്നുണ്ട് കുറേ ബുദ്ധിമുട്ടുകൾ. നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ കരുതുന്നു, വീഡിയോ കാണുന്നവർക്ക്. അങ്ങനെ പല ബുദ്ധിമുട്ടുകളായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ കടകളിൽ കൊടുക്കുന്നത് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ചിലരെനിക്ക് കൃത്യമായിട്ട് പണം തരും. പിന്നീട് ചില ആൾക്കാർ അതിലും ബിരുദന്മാരുണ്ട്. പൈസയും തരത്തില്ല, ചൊറിഞ്ഞ മെസ്സേജും ഇടും. ഇതിങ്ങളെ സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സ്ത്രീ ബിസിനസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ പല രീതിയിലും പല ചൊറിച്ചലുകളുമായിട്ട് വരുന്ന പല മാന്യന്മാരും ചേട്ടന്മാരും ചോട്ടന്മാരും ഒക്കെ ഉണ്ട്. അത് ഞാനങ്ങ് നിർത്തി. കടകളിൽ കൊടുക്കുന്നത് നിർത്തിയ ശേഷം ഒരു ഓൺലൈനായിട്ടാണ് ഞാൻ പതിയെ ഓൺലൈനിലേട്ടങ്ങ് മാറി. എൻ്റെ ഭാഗ്യത്തിനോ എൻ്റെ പ്രോഡക്റ്റ് നല്ലതായതുകൊണ്ടും എനിക്ക് ആൾക്കാരുടെ ഇടയിൽ റീച്ച് കിട്ടി. എൻ്റെ കുറേ നല്ല സുഹൃത്തുക്കൾ, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. എൻ്റെ കോളേജ് മേറ്റ്, ഞാൻ പരുമല പമ്പ കോളേജിലാണ് പഠിച്ചത്. 1980 പ്രീ ഡിഗ്രി കയറി 2003 BCom കഴിഞ്ഞിറങ്ങിയതാണ്. എൻ്റെ കുറേ നല്ല എൻ്റെ കോളേജ് മേറ്റ്, എൻ്റെ ക്ലാസ്മേറ്റ്സ് എന്ന് ഞാൻ പറയുന്നില്ല,
എൻ്റെ കോളേജ് മേറ്റ് പല ആൾക്കാരും എൻ്റെ പോസ്റ്റുകൾ ഷെയർ ചെയ്തു. ആ വഴിയിൽ എനിക്ക് നല്ല ബിസിനസ്സും കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ, എൻ്റെ ക്ലാസ്മേറ്റ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പിന്നെ കോളേജിലുള്ള സുഹൃത്തുക്കൾ, അവർ വഴി എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് കിട്ടി. എൻ്റെ പോസ്റ്റുകളും ഷെയർ ചെയ്ത് ഞാനിപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഡക്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ പ്രോഡക്റ്റുകളൊക്കെ ആഡ് ചെയ്ത് ഇപ്പോൾ ഒരു 23ഓളം പ്രോഡക്റ്റുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ, അതിൻ്റെ പേര് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, കുറേ ഞാൻ പറഞ്ഞല്ലോ കുറേ എക്സിബിഷൻസൊക്കെ നടത്തി കുറച്ച് എക്സ്പ്ലോറായ കുറേ വ്യക്തികളാണ്. പക്ഷേ ഇത് പക്ക തട്ടിപ്പാണെന്ന് എനിക്ക് മനസ്സിലായത് ഈ ഒരു സമയത്താണ്. അതിൻ്റെ അഡ്മിൻസ് 5 പേരുണ്ടെങ്കിലും അതിൽ ഒരെണ്ണമാണ് ഒരു ജഗജില്ലി എന്ന് തന്നെ പറയാം. പിന്നെ ആ ആൾ അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കുറേ സ്ത്രീകളെ വെച്ചിട്ട് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. അത് ചെയ്തോട്ടെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇവരുടെ ബിഹേവിയർ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഈ സ്ത്രീയുടെ. അങ്ങനെ ഞാൻ അതിനകത്ത് കുറേ കാലം പോസ്റ്റ് ചെയ്യാതിരുന്നു. ഒരു 4 മാസത്തോളം പോസ്റ്റിംഗ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് പിന്നെ എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിച്ച ഒരാൾ അതിനകത്ത് റിവ്യൂ ഇടാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഡിക്ലൈൻ ചെയ്ത് കളഞ്ഞു. റീസൺ പറഞ്ഞത് സ്ഥിരമായിട്ട് ഇടാത്ത ഒരാൾക്കാരുടെ റിവ്യൂസ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതിലെൻ്റെ കസ്റ്റമർ പറഞ്ഞാണ്, സത്യമാണോ ഇല്ലയോ എനിക്കറിയില്ല. എന്തായാലും വീണ്ടും ഇവരിതിനകത്ത് പറയാൻ തുടങ്ങി, ഓൺ ബ്രാൻഡ് ചെയ്യുന്നവരെല്ലാം ഇതിനകത്ത് പോസ്റ്റ് ഇടണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും ആഴ്ചയിൽ ഒരു പോസ്റ്റ് വെച്ച് ഇടാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ഒരു ബെനിഫിറ്റ്, 5 പൈസയുടെ ബെനിഫിറ്റ് എനിക്ക് ആ ഗ്രൂപ്പിൽ നിന്നില്ല. ഇപ്പോൾ വന്നിട്ട് പറയാൻ കാരണം, ഇവർ വർഷത്തിൽ 2-3 എക്സിബിഷൻസ് നടത്താറുണ്ട്. ഇവർ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഇവരുടെ വളരെ വേണ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട്. ഇവർ പറയുന്ന 100 സ്റ്റോൾ എക്സിബിഷൻ ഇടും എന്ന് എനിക്കറിയത്തില്ല, ഞാൻ പോയിട്ടില്ല ഇവരുടെ എക്സിബിഷന്. പിന്നെ എക്സിബിഷനിൽ പങ്കെടുക്കാത്ത ആൾക്കാർ ഒരു വർഷം 1500 രൂപ ഇവർക്ക് കൊടുക്കണം. അതായത് ഇവരുടെ പ്ലാറ്റ്ഫോമിൽ ഒരു കോഡ് എടുത്തു എന്ന പേരിൽ ഓൺ ബ്രാൻഡ് ചെയ്യുന്ന ഒരു 2000-ലധികം സ്ത്രീകളുണ്ട്, റീസെല് ചെയ്യുന്നവർ വേറെയുണ്ട്. 1500 രൂപ ഒരു വർഷം 3 പ്രാവശ്യമായിട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ അതിന് പ്രൂഫുണ്ട്. ഇവരുടെ ഓൺ ബ്രാൻഡ് ചെയ്യുന്നവരുടെ ഒരു ഗ്രൂപ്പിനകത്ത് ഇട്ടിരുന്നതാണ്. അത് ഞാൻ സ്ക്രീൻഷോട്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഇവരുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എക്സിബിഷന് പോയിട്ടില്ല, കാരണം പോകാൻ പറ്റത്തില്ല. കാരണം അവർ എക്സിബിഷൻ നടത്തുന്നതിന് ഒരാളുടെ കയ്യിൽ നിന്ന് ഓരോ ദിവസക്കണക്കിന് നല്ല രീതിക്ക് പൈസ വാങ്ങിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പിൽ നിന്ന്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് 5 പൈസ പോലും ബെനിഫിറ്റ് ഇല്ലാത്ത ഒരാൾ, 5 പൈസയുടെ കച്ചവടം പോലും കിട്ടാത്ത ഒരാൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് വർഷാവർഷം ഈ 1500 രൂപ വെച്ചിട്ട് കൊടുക്കുന്നത്? അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പിന്നെ ഒരാൾ 10-2000 പേര്, ആ 10-2000 പേരിൽ ഒരു 100 പേര് ഇവരുടെ കൂടെ എക്സിബിഷനിൽ സ്റ്റോൾ ചെയ്യുന്നതാണെന്നങ്ങ് വെച്ചു. എന്നാൽ തന്നെ ബാക്കി ഒരു 1500 പേരെ വെച്ചിട്ട് 1500 മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇവർ 1500 രൂപ വെച്ചിട്ട് വാങ്ങിക്കുമ്പോൾ എത്ര ലക്ഷങ്ങളാണ് ഈ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് വർഷാവർഷം കിട്ടുന്നത്? ഒന്ന് ചിന്തിക്കുക. ഒരു 2000-ന് മേലെ ആൾക്കാർ ഓൺ ബ്രാൻഡ് ചെയ്യുന്നവരുണ്ട്. അതിൽ നിന്ന് ഒരു 1500 പേരെ നിങ്ങൾ എടുക്കുക. 1500 കുറേ ആൾക്കാരൊക്കെ അതിനകത്തുനിന്ന് പോയി തന്നാലും ഒരു 1500 പേരുണ്ട്. അതിലൊരു 100 പേര് പിന്നെ അവരുടെ എല്ലാ എക്സിബിഷനിലും പങ്കെടുക്കുന്നവരാണെന്ന് വെച്ചെന്ന് പറഞ്ഞാലും ബാക്കിയുള്ള ആൾക്കാർ 1500 രൂപ വെച്ച് ഒരു വർഷം ഇടുമ്പോൾ എത്ര ലക്ഷം രൂപയാണ് ഇവരുടെ കയ്യിലേക്ക് കിട്ടുന്നത്? ഇവരുടെ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി മാത്രം, സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ഫ്രീ പ്ലാറ്റ്ഫോമാണ്. അതായത് അവർ ഒരു ചാർജും ഈടാക്കാതെ ചെയ്തു കൊടുക്കുന്ന ഒരു സേവനമാണ്. ഇവരെ കവർ ചെയ്ത ഒരുപാട് മീഡിയാസ് ഉണ്ട്. ഇത് കാണുന്ന പല ആൾക്കാരും ഉണ്ടാകാം. പിന്നെ ഇത് ഇട്ട് കഴിയുമ്പോൾ പല പ്രശ്നങ്ങളും എനിക്ക് വരുമെന്നും എനിക്കറിയാം. കാരണം അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന നല്ല നാക്കുള്ളൊരു വ്യക്തിയാണ്. നല്ല നാക്ക്, നമ്മളൊരു കാര്യം ചോദിച്ചാൽ ആ മനുഷ്യൻ്റെ ചെകിട്ടത്തടിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ സാരഥിയായിട്ട് നിൽക്കുന്നതെന്ന് പറയാം. 5 എണ്ണത്തിൽ ഒരു കേമി. പിന്നെ ഞാൻ ഇന്നലെ ഇവരുടെ ഗ്രൂപ്പിലിട്ട് ചോദിച്ചു, എനിക്ക് 5 പൈസയുടെ ബിസിനസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നില്ല, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് വർഷത്തിൽ 1500 രൂപ, അതായത് 3 പ്രാവശ്യമായിട്ട് 500 വെച്ച് 1500 രൂപ എന്തിനു വേണ്ടി തരണം? അപ്പോൾ അവർ എനിക്ക് തന്ന മറുപടി, നിങ്ങൾക്ക് ബിസിനസ് ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പോകാം,
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറി പറഞ്ഞില്ലെങ്കിലും മാന്യമല്ലാത്ത രീതിയിലാണ്. ഇതിനു മുമ്പും അവരുടെ ഭാഗത്തുനിന്ന് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. കാരണം നമുക്കൊരു വ്യക്തിക്ക് ഇവരെ താങ്ങുന്ന ആൾക്കാരുണ്ടാവാം. പല മീഡിയാസ് ഇവരുടെ പല ഇൻ്റർവ്യൂകളും എടുത്തിട്ടുണ്ട്, പല പത്രങ്ങളിലും വന്നിട്ടുണ്ട്, ഒരുപാട് യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട്. അതും ഞാൻ കാണുന്നുണ്ട്. ഇവർ വലിയ ആർട്ടിസ്റ്റാണെന്നൊക്കെ പറയുന്നു, എനിക്കറിയത്തില്ല. പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, സ്വയം ഹൈപ്പായിരിക്കാം, അറിയില്ല. എന്തായാലും എൻ്റെ അനുഭവം അതല്ല. ഒരു പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും ആ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് 5 പൈസയ്ക്ക് ബെനിഫിറ്റ് പോലും ഇല്ല. എനിക്ക് 7 മാസത്തിൻ്റെ ഇടയിൽ ആകെ കിട്ടിയത് ഒരു 300 രൂപയുടെ ബിസിനസ് മാത്രമാണ്. എന്നെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓരോ വ്യക്തികളുടെ കയ്യിൽ നിന്നും 1500 രൂപ വെച്ചിട്ട് ഇയർലി പിരിക്കുന്നത്? ഈ കഴിഞ്ഞ ഡിസംബറിലും തൊട്ട്, അതായത് 1 മാസം മുമ്പ് ജോയിൻ ചെയ്ത ആൾക്കാർ അതിനകത്ത് അവർക്ക് കൊടുക്കണ്ട, അവർക്ക് മാർച്ചിന് ശേഷം മാത്രം പൈസ കൊടുത്താൽ മതി. ഇവർ ഓരോ വർഷവും ഓരോ വർഷവും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് 1500 രൂപ വെച്ച് വാങ്ങിക്കുമ്പോൾ വരും വർഷങ്ങളിൽ മെമ്പേഴ്സ് എന്തായാലും കൊടുക്കും. കുറേ കഴുതകൾ ഇതിനകത്ത് പോയി തലയിട്ട് കൊടുക്കും, ഉറപ്പായിട്ടും തലയിട്ട് കൊടുക്കും. ഇതിനകത്ത് ജോയിൻ ചെയ്താൽ എന്തോ ആകാശം കിട്ടും, എന്തോ ഒരുപാട് ബെനിഫിറ്റ് കിട്ടും എന്നുള്ള ധാരണയിൽ, മിഥ്യാധാരണയിൽ പോയി തലയിട്ട് കൊടുക്കും ആൾക്കാർ, ഉറപ്പാണ്. പക്ഷേ അവർ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്കും വേണ്ടി മാത്രമാണ് ഈ ഗ്രൂപ്പ് ഇരിക്കുന്നതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. എൻ്റെ പേഴ്സണലി അഭിപ്രായം അതാണ്. അവർ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ആ ഗ്രൂപ്പ്. പിന്നെ ഈ പറയുന്ന ഇതിൻ്റെ അഡ്മിനിൽ ഒരാൾക്ക് അവരുടെ ബിസിനസ് കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് പുറത്ത് വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ട് എനിക്കെതിരെ വരും എന്നറിയാം. കാരണം അതിൻ്റെ എതിരെ നിൽക്കുന്ന വ്യക്തി അത്ര നല്ല വ്യക്തിയാണ്, എന്നാൽ ഒന്നാന്തരം തങ്കക്കുട്ടിയാണ്. നല്ല രീതിയിൽ ആടിനെ പട്ടിയാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അതിൻ്റെ അപ്പുറത്തേക്കുന്നത്. കുറേ മീഡിയാസ് ഇവരുടെ ഒപ്പമുണ്ട്. ഞാൻ പറയുന്നില്ല അതാരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. ഒട്ടുമിക്ക ചാനലുകൾ ഇവരുടെ ഇൻ്റർവ്യൂകളും പല രീതികളിലും എടുത്തിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുമുണ്ട്. നിങ്ങൾ പറ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫ്രീ ആണ് എന്ന് പറഞ്ഞ് അതിനകത്ത് ആൾക്കാരെ ജോയിൻ ചെയ്യിക്കുക. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുമാണ് ഇത് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞിട്ട്, ഒരു ഫീസും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ എക്സിബിഷൻ നടത്തിക്കോട്ടെ. എക്സിബിഷൻ നടത്തുമ്പോൾ അതിന് ചിലവുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവർ പൈസ വാങ്ങിക്കുന്നുണ്ട്, അതും ആയിക്കോട്ടെ. പക്ഷേ ഇതിനകത്തൊരു കോഡ് എടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഇവർക്ക് ഈ 5 പേർക്ക് നമ്മൾ ഒരു വർഷം 1500 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടോ? അതിനകത്തുനിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ സമ്മതിക്കുക, അത് കൊടുത്തു. ഇല്ലാത്ത ആൾക്കാരും കൂടി എന്തിനാണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത്? നിങ്ങൾ ഇതിനകത്തെ ചതി മനസ്സിലാക്കണം. ഒരു വ്യക്തി 1500 രൂപ വെച്ച് കൊടുക്കുമ്പോൾ എത്രയാണ്? ഒരു 1000 പേരല്ലേ, 1500 പേര് 1500 രൂപ വെച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു വർഷം എത്ര ലക്ഷം രൂപയാണ് മെയ് അനങ്ങാതെ, ശരീരം അനങ്ങാതെ, കഷ്ടപ്പെടാതെ വെറുതെ ഇവർക്ക് കിട്ടുന്നത്? ഒരു എക്സിബിഷൻ വർഷത്തിൽ 3 പ്രാവശ്യം നടത്തുന്നതിന് ഇത്രയും കാശ് ചിലവ് വരുമോ? 10-30 ലക്ഷം രൂപ ചിലവ് വരുമോ? എനിക്കറിയത്തില്ല. അറിയാവുന്ന നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞത്.